അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷുവലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഇന്റർവ്യൂവിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതും കൂടിയായി. ആളെ മനസ്സിലായില്ല. ഇൻസ്റ്റാഗ്രാമിൽ 30,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഇല്ലേ, ക്ലീവേജും വയറും ഒക്കെ കാണിച്ച് മാസം 1 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ചേച്ചി, പുള്ളിക്കാരി തന്നെ. അശ്വിനി എന്നാണ് പർപ്പിളിന് ശരിക്കുമുള്ള പേര്. കുറച്ചു കാലമായിട്ട് അശ്വിനി തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ താരം എന്ന് തന്നെ പറയാം. വാണം വിട്ട പോലെയല്ല ഓരോ ദിവസം കഴിയുന്തോറും ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടി വന്നിരുന്നത്. എന്നാൽ 2 ദിവസം മുമ്പ് പർപ്പിൾ ചേച്ചിക്ക് ഒരു വമ്പം പണി കിട്ടി. കോടികൾ വരുമാനം ഉണ്ടായിരുന്ന ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങോട്ട് പൂട്ടിപ്പോയി. ചേച്ചിയും ആർമിക്കാരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ടോൾ ഗേറ്റിൽ വെച്ച് ആർമിക്കാരനായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ID കാർഡ് ഉപയോഗിക്കുന്ന ഒരു റീല് പർപ്പിൾ ചേച്ചി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസാവാൻ വേണ്ടി ചെയ്തതായിരുന്നു. പക്ഷെ പണി പാടി. ആർമിക്കാരെല്ലാരും ചേച്ചിക്കെതിരെ തിരിഞ്ഞു. റിട്ടയർഡ് പട്ടാളക്കാരനായ മേജർ വിജയ് ഭാർഗവ് ചേച്ചിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാണിംഗ് കൊടുത്തു. എന്നാൽ പർപ്പിൾ ചേച്ചി അയാൾ അപമാനിച്ച് വിടുകയാണ് ഉണ്ടായത്. നീ റിട്ടയർഡ് ആയതല്ലടാ, നീ വലിയ ഡയലോഗ് അടിക്കാതെ വീട്ടിൽ പോയിരിക്കടാ എന്നുള്ള രീതിയിലായിരുന്നു മേജർ വിജയ് ഭാർഗവിനോട് പർപ്പിൾ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് 2 ദിവസം ആയപ്പോഴേക്കും ചേച്ചിയുടെ അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയി. ഇപ്പൊ പുതിയ അക്കൗണ്ടിലാണ് ചേച്ചിയുടെ കളികൾ. എന്തായാലും ഇങ്ങനെയൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു പർപ്പിൾ ചേച്ചിയുടെ പുതിയ ഇന്റർവ്യൂ ഒക്കെ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. ഒരുപാട് ഡ്രാമ നടക്കാറുണ്ട്. അത് കുറച്ചൊക്കെ അവർ തന്നെ എടുത്തിടുന്നതാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഡ്രാമ ഉണ്ടല്ലോ, അത് ഇത്തിരി ഹോട്ടാകാം, കുറച്ച് സ്പൈസി ആകാം, ചിലപ്പോൾ കുറച്ച് ഫണ്ണാകാം. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡ്രാമ അല്ലെങ്കിൽ ട്രോള്, റോസ്റ്റ് ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ കേരളം കത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പണ്ട് ഇതേപോലെ കേരളം കത്തിക്കാൻ ഇറങ്ങിയ ഒരു ടീം ഉണ്ടായിരുന്നു, ഈ ബുൾജെറ്റ്. അവർക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. പർപ്പിൾ ചേച്ചിന്റെ അവസ്ഥയും അതൊക്കെ തന്നെ. കേരളം കത്തിക്കാൻ ഇറങ്ങിയതാണ്, അവസാനം സ്വയം അങ്ങ് കത്തി തീർന്നു. ഇനിയിപ്പോ എല്ലാം ഒന്നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. ഒരു പരിധി വിട്ട് കത്തിക്കാൻ നിന്നുള്ള പ്രശ്നമാണിത്. പക്ഷെ ചേച്ചി ആയതുകൊണ്ട് പേടിക്കാനില്ല. കേരളം കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഭാഗങ്ങൾ യഥാസ്ഥാനത്തുള്ളിടത്തോളം കാലം ചേച്ചി സേഫാണ്. ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഈ വ്യക്തി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിക്കാം. ഏതായാലും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്നുള്ള കുറച്ച് റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഹിറ്റ് ആയി കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ആണല്ലോ. അതെ, ബിഗ് ബോസ് ചേച്ചിക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. ഇതുപോലുള്ള സകല ചണ്ടിയും ചരങ്ങും വന്നടിയുന്ന സ്ഥലമാണല്ലോ ഈ ബിഗ് ബോസ്. ചേച്ചിക്ക് അവിടുത്തെ റാണിയായിട്ട് വാഴാം. പക്ഷെ ചേച്ചിക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ വഴി കോടികൾ ഉണ്ടാക്കുന്ന ആൾക്ക് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? മറ്റേ അക്കൗണ്ട് പൂട്ടിയെങ്കിലും അധികം വൈകാതെ പുതിയ അക്കൗണ്ടിലും സബ്സ്ക്രിപ്ഷൻ ഓൺ ആവല്ലോ. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ എന്തിനാ വെറുതെ ബിഗ് ബോസിലേക്ക് പോയി മാനം കളയുന്നത് അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പുറത്ത് നെഗറ്റീവ് ഇമേജുള്ള ആളുകൾ ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് മൊത്തം പോസിറ്റീവായി മാറാറുണ്ട്. മാത്രവുമല്ല ബിഗ് ബോസിൽ പോയാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഫെയിം കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പർപ്പിൾ ചേച്ചി ബിഗ് ബോസിൽ പോയാലും അത്ഭുതമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അവതാരക ബിഗ് ബോസിന്റെ കാര്യം എടുത്തിട്ടെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു സംസാരവും ഉണ്ടായില്ല കേട്ടോ. പർപ്പിൾ ചേച്ചി അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. മേ ബി എഡിറ്റ് ചെയ്ത് കളഞ്ഞതായിരിക്കാം. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പൊ ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. വേറെ ആരുമല്ല, പർപ്പിൾ അശ്വനി എ. വെൽക്കം അശ്വനി. താങ്ക് യു. അപ്പൊ അളിയാ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേ ഇവിടെ. സത്യത്തില് ഞങ്ങൾ തമ്മിലൊരു സീക്രട്ട് ഉണ്ട്. ഞങ്ങൾ +1 +2 ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ഗൈസ്. അപ്പോൾ ശരിക്കും എനിക്ക് നിന്നെ യൂണിഫോം ഇട്ട് നല്ല ആ ഒരു ഓർമ്മയുണ്ട്. ആ ടൈമിന് നീ നല്ല കോൺട്രവേഴ്സി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ചേച്ചി കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ മുടിക്കുകയാണെന്ന് അർത്ഥം. സ്കൂൾ യൂണിഫോമിൽ പോലും വിപ്ലവം തീർത്ത ആളാണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ അഴിഞ്ഞാട്ടത്തിലൊന്നും അത്ഭുതപ്പെടാനില്ല. ബാക്കി ഉണ്ടോക്കാം. ആ ഒരു 2013, 12, 10 ഓ വയസ്സൊന്നും അറിയരുത്. അങ്ങനെ അതിനൊരു തീരുമാനമായി. എല്ലാവർക്കും ചേച്ചിയുടെ പ്രായം എത്രയാണെന്ന് കിട്ടിയല്ലോ അല്ലെ. 2010-നും 2013-നും ഇടയ്ക്കാണ് ചേച്ചി +2 പഠിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിക്ക് ഇപ്പൊ ഒരു 32 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ. ചേച്ചി കഷ്ടപ്പെട്ട് ആരോടും പറയാതെ കൊണ്ട് നടന്നതായി. ശരീരം എക്സ്പോസ് ആയാലും വയസ്സ് എക്സ്പോസ് ആവരുത് എന്നൊരു നിർബന്ധം ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറഞ്ഞാലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതായത് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് ഞാൻ പ്ലാൻഡ് ആയിട്ട് വന്നൊരു സംഭവമല്ല. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ വരും, അതിൻ്റെ ഫീച്ചർ മെറ്റ കൊടുക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, പ്രൊഫൈൽ മോണിറ്റൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്, ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത്. ഇപ്പം എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇത് പറ്റൂ. എത്രയോ പുരുഷന്മാർക്കുണ്ട് 50-60 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത്രയും കൗണ്ട് ഇല്ലെങ്കിലും ഞാനും തുടങ്ങിയ സമയത്ത് 50-60 വരുന്നു, അല്ലാതെ ഒറ്റയടിക്ക് 30,000-ലേക്ക് വന്നതല്ല. തുടങ്ങിയപ്പോൾ ആദ്യം 1 സബ്സ്ക്രൈബർ ആയിരുന്നു, പിന്നെ അത് 2 ആയി 3 ആയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ പുരുഷന്മാർക്കും തുടങ്ങാം,
അവർക്കും അതിൽ എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾക്ക് അതിൽ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. അതിപ്പോ ചേച്ചി പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് നഗ്നതാ പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയത്. ചേച്ചിയെ പോലുള്ള ആളുകൾ അത് അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഇപ്പൊ ഈ ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചില രാജ്യങ്ങളിലെ കാഴ്ചകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്റെ കാഴ്ചക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കാം. ഇനി ഒരു കുക്കിംഗ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾക്ക് ചില പ്രീമിയം റെസിപ്പീസ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉദ്ദേശിച്ചത്. അതായത് കഴിവുള്ള ആളുകൾക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ചേച്ചിയെ പോലുള്ള ആളുകൾ അതിനെ റീഡിഫൈൻ ചെയ്തു. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പ വഴിയായി ശരീര പ്രദർശനം തുടങ്ങി. നല്ല റീച്ചും കിട്ടി. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടിയാണെന്നാണ് ആളുകൾ വിചാരിച്ച് വെച്ചേക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മാനവും മര്യാദക്കും കണ്ടന്റ് ചെയ്യുന്ന ആർക്കും സബ്സ്ക്രിപ്ഷൻ ഓൺ ആക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചേച്ചി പറഞ്ഞ പോലെ വേണമെങ്കിൽ ആണുങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം, തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ചേച്ചിക്കൊന്നും കിട്ടുന്ന റീച്ചില്ല, 100-1 റീച്ച് പോലും കിട്ടൂല. അതാണ് എനിക്ക് അങ്ങനെ വന്നൊരു ഫീച്ചർ ഞാനത് യൂസ് ചെയ്യേണ്ടുന്ന രീതിക്ക് യൂസ് ചെയ്ത് ഞാനത് ചെയ്ത് ഇപ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാർ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ, അവരുടെ മസിൽ അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവർ തൈസ് കാണിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പം അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അല്ലെ? സ്ത്രീകളെ മാത്രം നിങ്ങൾ അങ്ങനെ നല്ല ബെസ്റ്റ് ഉപമ തന്നെ. ഒരു ജിം ട്രെയിനർ തന്റെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് കിട്ടിയ ശരീരം പ്രദർശിപ്പിക്കുന്നതും ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലാക്കി പണം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ശരീരം കാണിക്കുന്നതിനെയും ഒരേ തുലാസിൽ വെച്ച് അളക്കം കാണിച്ച ചേച്ചിയുടെ ആ മനസ്സ് നിങ്ങൾ ആരും കാണാൻ പോകരുത് സുഹൃത്തുക്കളെ. ഒരാൾ തന്റെ അധ്വാനവും കഴിവും പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് ചേച്ചി പറഞ്ഞ പോലെ ചെസ്റ്റും തയ്യും ഒക്കെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെയും കൂടി ജിമ്മിലേക്ക് വരാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നതും ചേച്ചിയെ പോലുള്ള ആളുകൾ മറ്റുള്ളവരുടെ ബലഹീനതകൾ മുതലാക്കിക്കൊണ്ട് ക്ലീവേജും വയറും കാണിച്ച് പൈസ ഉണ്ടാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ചേച്ചി. അതാദ്യം മനസ്സിലാക്കി. ഒരു ജിം ട്രെയിനറുടെ ബോഡി കണ്ടുകൊണ്ട് ഒരാൾക്ക് പ്രചോദനമായാൽ മേ ബി അയാൾ ജിമ്മിലേക്കൊക്കെ പോയി ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതായത് ഗുണമുണ്ട്, മനസ്സിലായോ? പക്ഷെ ചേച്ചിയുടെ ക്ലീവേജും വയറും കണ്ടിട്ട് ഒരാൾക്ക് എന്ത് ഗുണം കിട്ടാനാണ്? ഉള്ള ചോരയും കൂടി നീരായി പോകുന്നല്ലാതെ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ അഴിഞ്ഞാട്ടവും ജിമ്മന്മാര് വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മസിൽ പ്രദർശനവും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ബാക്കി പറഞ്ഞാട്ടെന്തായാലും സ്ത്രീ ശരീരത്തിലെ ഒരു പ്രോഡക്റ്റ് ആക്കിയാണ് അത്. നമ്മളൊന്നും അല്ല, കാലാകാലങ്ങളായിട്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളത് ഡയറക്ട്ലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഞാനോ? അതായത് ഇപ്പൊ നമ്മളിപ്പോൾ ഞാൻ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫിറ്റ്നസിന്റെ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അതിപ്പോൾ ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണെങ്കിലും അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്ന എങ്ങനെയാ മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? അതായത് സ്വന്തം ശരീരം വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ചേച്ചി തന്നെ സ്വയം സമ്മതിച്ചതാണ് നമ്മളിപ്പോ കേട്ടത്. ഷെഡിന്റെ പരസ്യത്തിൽ ചുരിദാർ ഇട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ സ്വന്തം ശരീരം വിൽക്കാൻ വന്നിരിക്കുമ്പോൾ പർദ്ദ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. ക്ലീവേജും വയറൊക്കെ കുറച്ച് കാണിക്കേണ്ടി വരും. അതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ കേട്ടോക്കി, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതങ്ങനെയാണ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അതെ, അങ്ങനെ കാണുന്ന കുറെ തീട്ടങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ ചേച്ചി നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്, ഇത്രയും വരുമാനം ഉണ്ടായത്. എന്നാലും ചേച്ചി ഇത് വേണ്ടില്ലായിരുന്നു കേട്ടോ. ചേച്ചിനെ ക്ലീവേജും വയറും കണ്ട് കടിമൂത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തവരൊക്കെ ഇപ്പൊ ആരായി? അവരൊക്കെ അപമാനിക്കുന്ന പരിപാടിയല്ലേ ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്ന അവരുടെ മനസ്സാണ് പോലും പ്രശ്നം. ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഈ ഭംഗി എന്ന് പറയുന്നത്, ഇപ്പം ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അത് മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ശരീരം അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. ചിലപ്പോൾ ചിലർ നല്ല വണ്ണമുള്ളവർ കാണും, പക്ഷെ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അത് ശരി. അയിനാട് നടക്കുന്നതിനൊക്കെ ഇപ്പൊ കോൺഫിഡൻസ് എന്നാണോ പറയാറ്? കൊള്ളാലോ, നല്ല ഫാഷൻ പേരൊക്കെ കിട്ടിയിരിക്കണല്ലോ. ഇനി എന്തൊക്കെ കേൾക്കണല്ലേ? ഈ കോൺഫിഡൻസ് എന്ന വാക്കിന് ലോക പാരമ്പര്യം തന്നെ തിരുത്തി കുറിച്ച് ചരിത്രമുണ്ട് ചേച്ചി. ഈ ലോകം ഇന്ന് കാണുന്ന രൂപത്തിലാവാൻ കാരണം കുറെ കോൺഫിഡന്റ് ആയ ആളുകളുടെ പരിശ്രമങ്ങളാണ്. സോ ദയവ് ചെയ്ത് ആ വാക്ക് നിങ്ങൾ ദുരുപയോഗം ചെയ്യും. ഈ അയച്ചിട്ട് നടക്കുന്നതിനൊക്കെ കോൺഫിഡൻസ് ആണെന്ന് പറയണമെങ്കിൽ ചേച്ചിയുടെ ഒരു നിലവാരം ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പുറം ന്യായീകരിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അല്ലാതെ അവർക്ക് മറ്റേ എന്തോ സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. അവരത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ശരീരം അവർ ഇപ്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ബിക്കിനി ഇട്ട് അവർക്ക് നടക്കാൻ അവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ നടക്കട്ടെ.
അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിനെ നമ്മൾ മാനിക്കണം. ഓരോ വ്യക്തികൾക്കും അവർക്ക് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ശരി, ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, സമ്മതിച്ചു. പക്ഷെ ചില ഞരമ്പന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലാക്കാൻ വേണ്ടി മാത്രം അയച്ചിട്ട് നടക്കുന്നതിനെ പേഴ്സണൽ ചോയ്സ് എന്നും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വിളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഓൺലൈൻ വ്യഭിചാരം. ചേച്ചി പറഞ്ഞ പേഴ്സണൽ ചോയ്സിന് പറ്റിയ പേര് ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ, ബാക്കി പറഞ്ഞാൽ. പെട്ടെന്നൊരു ദിവസം നല്ല വൈറലായിട്ടൊക്കെ ഇങ്ങനെ തിളങ്ങിയൊക്കെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി കേസ് കൊടുത്തു, ഡിഫമേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചങ്കൂറ്റത്തോടെ ഒരു ബോൾഡായിട്ട് ആദ്യമായിട്ട് നമ്മുടെ പർപ്പിളിൻ്റെ വോയിസ് കേട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ എന്നാൽ ആ ട്രാപ്പിന് ശേഷം അടുത്തൊരു ട്രാപ്പ് അശ്വിനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ ആ ഒരു ആർമിയുടെ ഒരു റീലിട്ട്, അത് സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് അത്തരത്തിലുള്ള റീൽസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അശ്വിനിക്കാണ് ഇത്ര പാരയാവുമെന്ന് കരുതിയോ? അത് എന്തെങ്കിലും സീരിയസ് കേസ് ഉണ്ടോ? കാരണം വെച്ചാൽ ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടു ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ എന്ന്. എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് ഒരുപാട് നാൾ മുന്നേ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെൻസേഷൻ ആയതിനു ശേഷമാണ് ആ പഴയ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ചെയ്തതിൻ്റെ ലീഗൽ സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരാളൊന്നുമല്ല. ഈ വന്നിരുന്ന് റോസ്റ്റിംഗ് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്ത ആൾക്കാരും നിയമം പഠിച്ചൊരു വ്യക്തികളൊന്നും അല്ല അതിനെപ്പറ്റി അത്ര ഡീപ്പായിട്ട് പറയാനായിട്ട്. അതിനിപ്പോ നിയമം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതിനുള്ള കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ആർമിക്കാരുടെ ID കാർഡ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നറിയാൻ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരൻ ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെ ടൈപ്പ് ന്യായീകരണങ്ങളാണ്. തെറ്റ് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കാൻ ഉളുപ്പുണ്ടോ ചേച്ചിക്ക്? ബാക്കി പറഞ്ഞാട്ടെന്തായാലും. ഇപ്പം അങ്ങനെ എനിക്കെതിരെ ഒരാൾ അങ്ങനെ ആ ഒരു വീഡിയോയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അങ്ങനെ പോവും. പക്ഷേ അതിനെ വളച്ചൊടിച്ച് അലിഗേഷൻസ് പറഞ്ഞുണ്ടായിരുന്നു, ഇന്ന് ജയിലിൽ അല്ലെങ്കിൽ നാളെ ജയിലിൽ പോവും അല്ലെങ്കിൽ നാളെ മുതൽ ജയിലിലിരുന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ. ഇപ്പം അലിഗേഷൻസ് നമുക്ക് ആരെ പറ്റി വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. പറഞ്ഞുണ്ടാക്കി വീഡിയോ ചെയ്യുകയാണ്. അതിന് നല്ല മാർക്കറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ രാഷ്ട്രപതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രപതിക്കെതിരെ വരെ അലിഗേഷൻസ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സത്യാവസ്ഥയില്ല, അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ന്യൂസ് ഒന്ന് ഓർമ്മിപ്പിക്കാം, കാരണം എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഹോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതവിടെ ബാൻ ചെയ്യും, അവരുടെ അക്കൗണ്ടൊക്കെ അങ്ങ് ബാൻ ചെയ്യും, റിമൂവ് ചെയ്യും എന്നൊക്കെ ഉണ്ട്. അത് കണ്ട് കുറേ പേര് ആശ്വസിക്കുന്നുണ്ട്, അത് കണ്ട് അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേ ആകെ കിട്ടിയതാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അത് ഫേക്കാണ്. അതെ, രാഷ്ട്രപതി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ളത് ഫേക്കാണ്. അതും നമ്മുടെ രാഷ്ട്രപതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പോസ്റ്റേഴ്സ് അടിച്ചിറക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ധൈര്യമാണ് ഇവർക്ക്. എന്തോ എനിക്കറിയത്തില്ല. രാഷ്ട്രപതിക്ക് അവിടെ നിൽക്കട്ടെ മോളെ. ഈ തൽക്കാലം എനക്കെതിരെ വന്ന അലക്കേഷനെ കുറിച്ച് സംസാരിക്കും. ഇതിൽ നിന്ന് എങ്ങനെ ഊരു പോരാമെന്ന് നോക്ക്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ലെവലിലാണ് നീ ചെയ്ത് തെറ്റെന്നുള്ളതാണ് ഇപ്പൊ പല എക്സ്പേർട്ടും പറയുന്നത്. അതുമല്ലതും ചേച്ചി അറിഞ്ഞായിരുന്നു. ഒരു പട്ടാളക്കാരന്റെ ID കാർഡ് എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ സ്വത്താണ്. ഈ ID കാർഡ് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, വേറെ ആരും ഉപയോഗിക്കാനും പാടില്ല. ഇന്നിപ്പോ ടോൾ ഗേറ്റ് കടക്കാൻ ഉപയോഗിച്ചു, നാളെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയോ ഇങ്ങനെ ID കാർഡ് ദുരുപയോഗം ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് മേജർ വിജയ് ഭാർഗവനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത്. ഇന്ത്യൻ ആർമിയിലെ പല പട്ടാളക്കാരും ഇതേപോലെ സ്ത്രീകളുടെ വലയിൽ വീണുപോയ ചരിത്രങ്ങളുണ്ട്. ഇങ്ങനെ സ്ത്രീകളുടെ ട്രാപ്പിൽ വീണു പോകുന്ന പട്ടാളക്കാർ ഈ സ്ത്രീകളോട് രാജ്യത്തിന്റെ പല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് ആ വിവരങ്ങൾ ശത്രു രാജ്യങ്ങളിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും മേജർ വിജയ് ഭാർഗവ് അന്ന് പറഞ്ഞിട്ടുണ്ടായി. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ചേച്ചിയും ചേച്ചിയുടെ പട്ടാളക്കാരായിട്ടുള്ള സുഹൃത്തു കൂടി ചേർന്ന് ചെയ്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ അക്കൗണ്ട് പോയിട്ടേ ഉള്ളൂ, നാളെ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ മാസാകാൻ വേണ്ടി ഓരോ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട, മിണ്ടാണ്ട് അവിടെ കുത്തിയിരുന്നോ, അതാണ് നല്ലത്. ബാക്കി പറഞ്ഞതായിരുന്നു. നമുക്ക് ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ തന്നെ ID കാർഡ് കാണിച്ച് ആ ടോളിൽ നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നായകൻ വില്ലനെ വെട്ടിക്കൊല്ലുന്നു, അതുപോലെ ആൽക്കഹോൾ കൺസ്യൂമിങ്. അപ്പോൾ ഒക്കെ അവരെന്താ ചെയ്യുന്നത്? അവരൊരു ഡിസ്ക്ലൈമർ വെക്കും. ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ, ഇപ്പൊ ഇല്ലീഗലാണല്ലോ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, പക്ഷെ ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളും ഇപ്പോൾ ഒരു റീല് ചെയ്യുമ്പോൾ അതൊരു ആക്ട് മാത്രമാണ്. ആ വീഡിയോയുടെ പിന്നിൽ അതൊരു പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ, അല്ലാതെ അത് ലൈവ് അല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി കാണും അല്ലേ? അല്ലാതെ ഇപ്പം ഞാനിപ്പം ആർമി കാർഡ് കാണിച്ചാണ് ടോള് പാസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആർമിക്കാരൻ ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല. അത് ജസ്റ്റ് ഒരു അതിന് താഴെ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ എന്ന് ഡിസ്ക്ലൈമർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് തോന്നുമ്പോൾ ഫൺ റീൽ ഉണ്ടാക്കി കളിക്കാനുള്ളതല്ല ഇന്ത്യൻ ആർമി, മനസ്സിലായോ? ന്യായീകരണം കേട്ടില്ലെങ്കിൽ സിനിമയിലൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, സിനിമ പോലെയാണ് നിങ്ങളുടെ റീൽ. സിനിമ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. ഒരു സിനിമ കണിശമായ സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. രാജ്യദ്രോഹമായിട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാണാൻ കിട്ടുകയുള്ളൂ. ചേച്ചിയുടെ റീലുകൾ എങ്ങനെയാണ് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടാണോ വരുന്നത്? അല്ലല്ലോ. പിന്നെ സിനിമ എന്ന്
പറഞ്ഞാൽ അത് സിനിമയാണ്. നിങ്ങൾ പക്ഷേ റിയൽ ലൈഫാണ് റീലുകളിൽ കാണിക്കുന്നത്. സിനിമയിൽ ഒരു ടോൾ ഗേറ്റ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ഇട്ടതായിരിക്കും. പക്ഷേ നിങ്ങൾ റീലുകളിൽ കാണിക്കുന്നത് റിയൽ ടോൾ ഗേറ്റ് ആണ്, റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഒരു ആർമിക്കാരന്റെ ID കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ടോൾ ഗേറ്റ് കടന്നു പോവുകയാണ്. അത് റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ്, അത് സിനിമയല്ല, അല്ലെങ്കിൽ ഒരു റീലിന് വേണ്ടി ഷൂട്ട് ചെയ്തതല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? ആരോട് പറയാനാണല്ലേ? ഇനി തനിക്കെതിരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യനെതിരെ ചേച്ചി കേസ് കൊടുക്കുകയും കേസ് കൊടുത്തതിന് പിറ്റേ ദിവസം പോലീസ് അവനെ പൊക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ചുകൊണ്ട് ചേച്ചി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കേട്ടോക്കാം. അപ്പം പോലീസ് കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വരുമ്പോൾ അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയോട് ഞാൻ പറഞ്ഞാൽ മതി. അല്ലാതെ അതൊരു ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഡിഫമേഷൻ എന്നൊക്കെ പറഞ്ഞ് വോയിസ് റൈസ് ചെയ്തിട്ട് ഇത്രയൊക്കെ ശബ്ദം അശ്വിനിക്ക് ഉണ്ടോ? ഈ ഒരു വീഡിയോസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അശ്വിനിയെ. അപ്പം ശബ്ദമൊക്കെ കേട്ട് ഇത് ഒറിജിനൽ ആണ്, ഒന്നും അല്ല എന്ന് മനസ്സിലായതും പിന്നെ ആൾ അത്ര ചില്ലറക്കാരിയല്ല, കാണുന്ന എല്ലാവരെയും വെച്ച് തമ്പും വീഡിയോയും ചെയ്യുന്നതൊക്കെ എന്നെ വെച്ച് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ധ്വനിയും കൂടെ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? എങ്ങനെയാണ് ഇത്രയും പ്രൊവോക്ഡ് ആയത്? അല്ല, അതിന് മുന്നേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, എൻ്റെ വോയിസോ അല്ലെങ്കിൽ അതൊന്നും ആരും അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രൊഫൈലിൽ. കാര്യം ഞാനൊരു റീല് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഞാൻ ആരെയും പറ്റിയിട്ട് വന്ന് എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കെതിരെ ഒരു ഇത് തന്നെ. പിന്നെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുന്നേ ഞാൻ പലർക്കെതിരെയും ഡിഫമേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് വേണ്ട നീതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ് പോലെ തന്നെ കൊടുക്കാനായിരുന്നു. അതായത് നമുക്കിങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കത്, സ്ത്രീകളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾ പോവാണ്ടിരിക്കരുത്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അത് ഓരോ കേസിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടി, ഞാനത് വന്നിട്ട് പറഞ്ഞു. അതെ, ചേച്ചിക്ക് പെട്ടെന്ന് കിട്ടി. എന്ത് നീതി? കേസ് കൊടുത്തതിന് പിറ്റേ ദിവസം തന്നെ പോലീസ് ചെക്കനെ പൊക്കിയെന്ന് മാത്രമല്ല, പൊക്കിയിട്ട് ചേച്ചിന്റെ മുന്നിൽ ഇട്ട് വന്ന് കൊടുക്കുകയും ചെയ്തു. ചേച്ചി അത് വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുകയും ചെയ്തു. അന്നേ എനിക്കൊരു ഡൗട്ട് തോന്നിയൊരു കാര്യമുണ്ട്, ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പോലീസ് പ്രതിയെ പിടിച്ചത്? നമ്മളൊക്കെ കേസ് കൊടുത്താൽ പിന്നെ ഈ നൂറ്റാണ്ടിലൊന്നും അതിനെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ചേച്ചി കേസ് കൊടുത്ത് പിറ്റേന്ന് തന്നെ പോലീസ് അവനെ പൊക്കുന്നു, ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നു. എന്തൊക്കെയായിരുന്നു അല്ലേ? എങ്ങനെയാണ് ചേച്ചിക്ക് ഇത്ര പെട്ടെന്ന് നീതി കിട്ടിയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്വാധീനം അല്ലാതെ എന്ത്? ഇപ്പൊ ചേച്ചി ഉപയോഗിച്ചല്ലോ ഒരു പട്ടാളക്കാരന്റെ ID കാർഡ്. അതേ പട്ടാളക്കാരൻ തന്നെ ആയിരിക്കണം ഈ കേസ് പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടി ചേച്ചിയെ സഹായിച്ചത്. പട്ടാളക്കാരൻ മാത്രമാവില്ല, ചേച്ചിന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ വേറെയും പല വിധത്തിലും ചേച്ചിക്ക് പിടിപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം വഴിയെ പുറത്തു വരും. അങ്ങനെ ചേച്ചിയുടെ താരി തുമ്പിൽ തൂങ്ങിക്കെടുക്കുന്നവന്മാരെയും കൂടി പൊക്കണം, എന്നാലേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവത്തുള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.